നമസ്കാരം. കാനിൽ നടി കനി കുസൃതി നടത്തിയ വാട്ടർമെലൻ പ്രകടനം പ്രബുദ്ധ കേരളം വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് രോമാഞ്ചകഞ്ചുകമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു പെൺതരി, അതും ഒരു മലയാളി, ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വേദിയിലെത്തി പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് അവർക്ക് രോമാഞ്ചകഞ്ചുകമാകാൻ കാരണമായിരിക്കുകയായിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾക്കിടയിൽ ഞാനൊരു കമന്റ് കണ്ടു. അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് തോന്നുന്ന കമന്റ്. അതായത്, കേരളത്തിലിരുന്നു കൊണ്ട് ഒരു മുസ്ലിം വിഭാഗത്തിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതി വിഭാഗത്തെയോ വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ അയാൾ ഇന്നാട്ടിലെ വർഗീയവാദിയാകും. അവരെ വളരാൻ ഒരിക്കലും അനുവദിക്കരുത്. മറിച്ച് ഏതോ ഒരു നാട്ടിലെ ഇത്തരം വിഭാഗത്തിന് അനുകൂലമായി സംസാരിച്ചു കഴിഞ്ഞാൽ, പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ നിലപാടുള്ളവരായി മാറും, ധീരരായി മാറും. നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ കമന്റിൽ മൊത്തമായി പറയുന്നത്. അതായത്, വേറെ ഏതോ നാട്ടിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്കൊരു നിലപാടുണ്ടാകും, പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി മാറുന്ന ഒരു രീതി ഇപ്പോൾ നാം കണ്ടുവരുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ പലതരം അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ നടൻ ഹരീഷ് പേരടി നൽകിയിരിക്കുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട സംസ്ഥാന അവാർഡിനെ കുപ്പത്തൊട്ടിയിൽ തള്ളിയ അവസ്ഥയാണ് കനി കുസൃതിക്ക് എന്നാണ് നടൻ ഹരീഷ് പേരടി പറയുന്നത്. നടിയുടെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്തതായിരുന്നു ഹരീഷ് പേരടിയുടെ കുറിപ്പെങ്കിൽ പോലും ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന അന്തസ്സോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം, അല്ലാതെ പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണിമത്തൻ സഞ്ചിയല്ല എന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ബിരിയാണി എന്ന സിനിമ ചെയ്തു എന്ന കനിയുടെ പ്രസ്താവനയുടെ സത്യസന്ധതയെ 100 അല്ല 101% ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു? കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ആ സിനിമയുടെ അവാർഡ് വേണ്ടെന്ന് വെക്കലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം. അതല്ല, നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു. ഇതിപ്പോൾ കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ബിരിയാണി എന്ന നല്ല സിനിമയെയും സംസ്ഥാന അവാർഡിനെയും കുപ്പത്തൊട്ടിയിൽ തള്ളിക്കളഞ്ഞതുപോലെ ആയിരിക്കുകയാണ്. നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം, അല്ലാതെ രാഷ്ട്രീയം പണവും പ്രസക്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണിമത്തൻ സഞ്ചിയല്ല. ആശംസകൾ എന്നായിരുന്നു ഹരീഷ് പേരടി കുറിച്ചത്. അതേസമയം കനിയുടെ കാനിലെ പ്രകടനത്തിന് പിന്നാലെ ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് ചില സൈബർ പോരാളികൾ ഈ ഒരു വിഷയത്തിൽ വർഗീയവാദം നടത്താനുള്ള ശ്രമങ്ങൾ കൂടെ നടത്തുന്നുണ്ട്. അതിന് വിശദീകരണവുമായി നടിയും ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. അവർ സമൂഹ മാധ്യമത്തിലൂടെ തന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അവരുടെ കുറിപ്പ് എങ്ങനെയാണ്? അതായത്, സമൂഹ മാധ്യമങ്ങളിൽ തന്റേതെന്ന രീതിയിൽ പ്രചരിക്കുന്ന അഭിപ്രായങ്ങൾ എഡിറ്റ് ചെയ്തവയാണെന്നാണ് നടി വ്യക്തമാക്കുന്നത്. ഇതൊന്നും തന്റെ അറിവോടെ സംഭവിക്കുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ പ്രസ്തുത ഉള്ളടക്കങ്ങളിലെ ആരോപണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും താൻ ഒരു തരത്തിലും ഉത്തരവാദിയല്ല എന്നും നടി വ്യക്തമാക്കി. പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ ആൻഡ് ലൈറ്റ് എന്ന ഞാൻ കൂടി ഭാഗമായ ചിത്രം കാൻ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ഫെസ്റ്റിവൽ വേദിയിലെ എന്റെ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചതിനെ ചൊല്ലി ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ നൽകാത്ത അഭിമുഖങ്ങളും എന്റേതല്ലാത്ത അഭിപ്രായങ്ങളും നിലപാടുകളും ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ഞാൻ മറ്റു മാധ്യമങ്ങളിൽ പരസ്യമായി പ്രകടിപ്പിച്ച നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ നിന്നും തികച്ചും വിപരീതമായി അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എഡിറ്റ് ചെയ്താണ് ഇക്കൂട്ടർ അഭിമുഖ വീഡിയോയും മറ്റു ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുന്നത്. ഇത് എന്റെ അറിവോടെ സംഭവിക്കുന്നതല്ല എന്ന കാരണത്താൽ അതുകൊണ്ട് തന്നെ പ്രസ്തുത ഉള്ളടക്കങ്ങളിലെ ആരോപണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഞാൻ ഒരു തരത്തിലും ഉത്തരവാദിയല്ല എന്ന് പറയട്ടെ. PS, ഇത് മലയാളത്തിൽ മാത്രമേ എഴുതേണ്ടി വന്നുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എന്നതായിരുന്നു കനി കുസൃതിയുടെ വാക്കുകൾ.